അങ്ങനെ ഞങ്ങൾ കോറൽ ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ള ബോട്ടിൽ കയറുകയാണേ. ഈ ബോട്ട് എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുക, പുതിയ പുതിയ ബോട്ട്. ഒരു 10 പേര് കയറും, അത് പോവും, അടുത്ത വരും. ഇപ്പം ഫസ്റ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അത് പാരാസെയിലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുക. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്ക് പോവാം. അത് സീ വാക്കാണ്. അവിടെയും വേണ്ടതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെയാണേ. സോ ഫസ്റ്റ് പാരാസെയിലിംഗ് ആണ്, അവിടേക്കാണ് ഞങ്ങൾ പോവാം. ആൾക്കാർ കയറുന്നതേ ഉള്ളൂ. വെള്ളം കാണുന്നതിനെക്കാട്ടി കൂടുതൽ ബോട്ടുകളാണ് അവിടെ കിടന്നുകൊണ്ടിരുന്നത് മൊത്തമേ. ഒരു 10 പേർക്ക്, 10-15, മാക്സിമം 15 പേർക്ക് കൊള്ളാവുന്ന അത്രയുള്ള ബോട്ടുകളായിരുന്നു എല്ലാം. ചെറുത് എന്തോ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് അറിയാമോ. ഞാൻ ഓർത്ത് ഇത് എവിടെയെങ്കിലും കൊണ്ട് ഞങ്ങളെ മുക്കിക്കൊല്ലുമെന്ന്. ഞാൻ ഇടയ്ക്കെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ആവശ്യത്തിന് ലൈഫ് ജാക്കറ്റ്സ് ഉണ്ടോന്ന്. അത്ര സ്പീഡ്, ഇത് സ്പീഡ് ബോട്ടായിരുന്നു. ഭയങ്കര സ്പീഡിൽ നമ്മൾ എടുത്തട്ടിച്ചിട്ട് കൊണ്ടുപോകുന്ന പോലെ അത് പോയിക്കൊണ്ടിരുന്നേ. അതിനിടയ്ക്ക് നമ്മുടെ ആൾക്കാർക്കുണ്ടല്ലോ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത്. ഇത് കടലിൻ്റെ അടിയിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാതെ ഒരാൾ ആദ്യം എഴുന്നേറ്റു, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റു, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റപ്പോഴത്തേന് ഈ ബോട്ട് ഒരു സൈഡിലേക്ക് അങ്ങനെ ചരിയാൻ തുടങ്ങി. ഈ ഓടിക്കുന്ന ആള് പറയുന്നുണ്ട് ഇരിക്കുക, എവിടെ കേൾക്കാനാ. പക്ഷെ പിന്നെ എല്ലാവരും കൂടെ ബഹളം വെച്ചപ്പോൾ അവർ ഇരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എത്തി. കണ്ടോ, അവിടെ കൊണ്ട് ഞങ്ങളെ ഇറക്കി. അപ്പോൾ അവിടെ ഇതാ പരിപാടി. നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം പോകാം. പക്ഷേ ഇതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണേ. ഞങ്ങളുടെ ടൂർ പാക്കേജ് കൂടാതെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. പാരാസെയിലിംഗ് നമ്മുടെ എല്ലാം പാരഷൂട്ടിൽ കണക്ട് ചെയ്തിട്ട് ബോട്ട് വലിച്ചുകൊണ്ട് പോകുക. ബോട്ട് എത്രയോ സ്പീഡിൽ പോകുക, അത്രയും സ്പീഡിലായിരിക്കും നമ്മളും പോകുക. ഒരു ഫുൾ റൗണ്ട് അടിക്കുമേ. ഇതുപോലത്തെ ഒത്തിരി സ്റ്റേഷൻസ് ഒരുപാട് ഈ പാരാസെയിലിംഗ് തന്നെ ചെയ്യുന്ന പല അവിടെ തന്നെ പലയിടത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ആകാശം നിറച്ച് ഇങ്ങനെ പാരഷൂട്ട്സുകൾ കാണാം കിടക്കുന്നേ. ഹൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ആക്ടിവിറ്റി. ഒന്നും ചെയ്യേണ്ട, ചുമ്മാ അവരെല്ലാം കൊളുത്തി വെച്ച് തരും ബെൽറ്റൊക്കെ നല്ലതായിട്ട്. നമ്മളങ്ങ് കൈവിട്ട് അങ്ങോട്ട് പോയച്ചാൽ മതി. ഒന്ന് കറങ്ങി വെച്ച് തിരിച്ചു വരാൻ പറ്റും. ആകാശം നിറച്ച് പൊട്ടുപോലെ അവിടെ ഇവിടെ എല്ലാം ഇതിങ്ങനെ കിടക്കുന്നേ കാണാമായിരുന്നേ. ഇത് കണ്ട ജോലിക്കാരെ മൊത്തം സ്റ്റാഫെന്ന് എഴുതിയിട്ടുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ. ഒരാൾ വന്ന് ഇറങ്ങുന്നു, അപ്പോഴത്തേന് അടുത്ത ആൾ അവിടെ കയറാൻ റെഡിയായി നിൽക്കുന്നു. എനിക്കൊന്ന് തായ്ലൻഡിലേക്ക് പോകുന്നവരുടെ എല്ലാം ഒരു പാക്കേജിൻ്റെ പാർട്ടാണ് കോറൽ ഐലൻഡിൽ പോവുക. അപ്പോൾ ആ കോറൽ ഐലൻഡിൽ പോകുന്നതിന് മുമ്പേ വെള്ളത്തിൽ 3 ആക്ടിവിറ്റീസ് നടത്തുക. ആൾക്കാർക്ക് നല്ലതല്ലേ. അങ്ങനെയാണ് ടൂറിസം അവർ വികസിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പോൾ പൈസയല്ലേ കിട്ടുന്നത് ആ കൺട്രിക്ക്. നല്ല വെതറായിരുന്നു. അടുത്ത ആൾ പോയേ കണ്ടോ, ഓടി അങ്ങോട്ട് പോവുക, പോയിട്ട് നമ്മളെ കൊണ്ടങ്ങ് പോവുക. ഇവിടെ കൊച്ചു ബെഞ്ചൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ചെയ്യേണ്ടാത്തവരെല്ലാം ഇവിടെ ഇരിക്കും, ഇരുന്ന് കാണാം. ചെയ്യേണ്ടവരൊക്കെ ലൈനിൽ നിന്ന് അവിടെ പോയി നിന്ന് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞവർക്ക് അടുത്ത ബോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിൽ കയറി അടുത്ത സ്റ്റേഷനിലേക്ക് അങ്ങ് പോവാം. പിന്നെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യേണ്ട. നമ്മളെ കൊണ്ടുവന്ന ബോട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് വരും, അതിൽ കയറി നമ്മൾ പോവുക. ആദ്യം പോയവരുടെ കൂടെ ആയിരിക്കത്തില്ല നമ്മൾ പോവുക, ആരുടെയൊക്കെയോ കൂടെ നമ്മളങ്ങ് പോവുകയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കണ്ട ആകാശത്തൊക്കെ കിടക്കുന്ന ഒത്തിരി ഇഷ്ടംപോലെ ഇങ്ങനെ കിടക്കുക. കണ്ടില്ല, ബലൂൺ കിടക്കുന്ന പോലെ കിടക്കുന്നത്. അവിടെ ഒരെണ്ണമുണ്ട്, ഇനി ഇപ്പുറത്തുണ്ട്, ഒത്തിരി എണ്ണമുണ്ട്. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ കയറി കഴിഞ്ഞു.